പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, തിരുമുമ്പിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഈശോയുടെ ആ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ അങ്ങ് വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ആ സ്നേഹമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഓർമ്മിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്, ഈ സ്നേഹം തിരിച്ചറിയുന്ന രുചിച്ചറിയുന്ന ദിനങ്ങൾ കർത്താവെ, ഈ ഒരുക്കത്തിന് സമയം ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളെ തുറക്കുന്നു. ഉണ്ണീശോയ്ക്ക് ഞങ്ങളിൽ വന്ന് പിറക്കാൻ, ഞങ്ങളിലൊപ്പം ജീവിക്കാൻ, ഞങ്ങൾ യേശുവിൽ ജീവിക്കാൻ ഇടവരുത്തണമേ. ആമീൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഡിസംബർ മാസത്തിന്റെ 9-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 24-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനത്തിലാണ്. അതായത് ദൈവം സീനായിൽ മലയിൽ വെച്ച് ഇസ്രായേൽ ജനവുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. ഈശോയിലെ സ്നേഹമുള്ളവരെ, ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എന്റെ ജനമാണ്. അപ്പോൾ ആ ദൈവമായ പിതാവായ ദൈവത്തിന്റെ മക്കൾക്ക് ചേർന്ന ഒരു ജീവിതം നയിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അവര് അങ്ങനെ ജീവിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ജൂബിലി വർഷത്തിന്റെ സമാപനത്തില് ഈ സീനായി മലയിലെ ഉടമ്പടി ഇതൊരു ബന്ധമായിരുന്നു നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ച് തന്റെ സ്വന്തം ഛായയിലെ സാദൃശ്യത്തിനും സൃഷ്ടിച്ച് അവരെ കൂടെ നടക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ കൽപ്പന അവർ ലംഘിച്ചത് വഴി ദൈവവുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണ്. എന്നാൽ ദൈവം സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ ജനവുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കും. അപ്പോൾ ജനം ഒത്തിരി സന്തോഷത്തോടുകൂടി അതനുസരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മീയത എന്ന് പറയുന്നത് ഒരു ബന്ധമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇത് വളരേണ്ട ഒരു ബന്ധമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തെ ആഴത്തിൽ നമ്മൾ അറിയുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ ഈ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കണം. പ്രിയമുള്ളവർ, നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന സമയം നഷ്ടപ്പെട്ടു പോയ ആ ദൈവത്തിന്റെ മായിട്ടുള്ള ബന്ധം നമ്മൾ ഒരിക്കൽ കൂടി അത് ഊട്ടിയുറപ്പിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും. കർത്താവ് തന്റെ ആ പിറവി തിരുനാൾ ഒരു നമ്മോട് പറയുന്ന കാര്യമുണ്ട്: നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഊഷ്മളമാണ്, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ആരോഗ്യകരമാണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ദൈവം ഈ അവസരത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവിന്റെ ആ കൽപ്പനകള് പാലിക്കുന്നതിൽ നമുക്ക് ഉത്സുകരായിരിക്കാം. ആ പറുദീസായിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ബന്ധം ഇതാ നമ്മൾക്ക് വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ, ആ ബന്ധം കൂടുതൽ ബലപ്പെടുത്താനായി കർത്താവായി ദൈവം തന്റെ പുത്രനെ അയച്ചുകൊണ്ട് നമ്മെ ദൈവവുമായിട്ടൊരു പുതിയ ബന്ധത്തിലേക്ക് അവിടുന്ന് ക്ഷണിക്കുകയാണ്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളുടെ ബന്ധത്തിലും കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം നമുക്ക് ആത്മശോധന ചെയ്യാം, നമ്മുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ് തകർന്നിരിക്കുന്നത്. ദൈവം കുടുംബ ജീവിതത്തില് നമുക്ക് ഒരാത്മാവിനെ ഏൽപ്പിച്ചു തരികയാണ്. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളും അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം, അതുപോലെ മക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അയൽക്കാർ തമ്മിലുള്ള ബന്ധം. ഇവിടെയൊക്കെ ഈ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധങ്ങളെ വീണ്ടും അതിനെ വിളക്കി ചേർക്കാനുള്ള ഒരവസരമാണ് ഈ ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തില് പാപത്തിലൂടെ നമ്മൾ വന്നു ചേർന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയതിന്റെ ഫലമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല, അത് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും തകർച്ചയുണ്ടായി നമ്മൾ കാണുന്നുണ്ട്. പാപം ചെയ്ത ആദം എന്താ പറയണത്? ഭാര്യ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ കാരണമാണ് താൻ ഈ ഒരു പാപം ചെയ്യാൻ ഇടയായത് എന്ന് ആദം പരാതിപ്പെടുന്നുണ്ട് ദൈവത്തോട്. ഹവ്വയും പറയുന്നുണ്ട്, സർപ്പം എന്നെ വഞ്ചിച്ചു, അതുകൊണ്ട് ഞാൻ ആ കനി ഭക്ഷിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ പരാതിപ്പെട്ട് മറ്റുള്ളവരുടെ ചുമലിൽ നമ്മുടെ തെറ്റുകള്, നമ്മുടെ കുറവുകള് നമ്മൾ വെച്ചു കൊടുക്കുകയല്ല വേണ്ടത്. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ ഹൃദയ കവാടങ്ങളെ നമുക്ക് തുറക്കാം. ഈശോ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ട് നമ്മളിൽ ഒരുവനായി നമ്മളെ ദൈവത്തിലേക്ക് ഒന്നിപ്പിക്കുക, ദൈവപിതാവുമായിട്ട് നമ്മളെ നഷ്ടപ്പെട്ടു പോയ ബന്ധം വിളക്കി ചേർക്കുക. അങ്ങനെ ആ ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് സമയം. പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷത്തിന്റെ സമാപനത്തില് നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്നത് തന്നെയാണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരാം, ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കാം, പ്രത്യാശയുടെ തീർത്ഥാടകരാകാം. ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന ആ രക്ഷ സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ഹൃദയ കവാടങ്ങളെ നമുക്ക് ഒരുക്കാം, നമുക്ക് തുറന്നു വയ്ക്കാം. വ്യക്തിബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ അടുക്കാൻ പരിശ്രമിക്കാം. പാപം നമ്മളിൽ നിന്നും മാറിപ്പോകട്ടെ. പാപത്തിന്റെ അവസ്ഥകളിൽ നിന്നും നമ്മൾ തല ഉയർത്തി നിൽക്കാൻ, നമ്മളെ അടിമപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും നമ്മളെ വിച്ഛേദിക്കുന്ന എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും അകലാനുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സീനായ മലയിൽ ഇസ്രായേൽ ജനവുമായിട്ട് അങ്ങൊരു ഉടമ്പടി സ്ഥാപിച്ചു. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. ജനം സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. ഞങ്ങൾ ദൈവത്തെ അനുസരിച്ചു കൊള്ളാം. അനുസരിക്കുമ്പോഴൊക്കെ അനുഗ്രഹം കർത്താവെ അങ്ങ് നൽകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങള് ആ പറുദീസായിൽ നഷ്ടപ്പെട്ട ആ ബന്ധം ഇതാ പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അങ്ങ് തന്നെയാണ് മുൻകൈയെടുത്ത് അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങുമായി ഞങ്ങളെ ബന്ധിപ്പിച്ചു. ഈശോ പിതാവുമായിട്ട് ഞങ്ങളെ ആ ബന്ധത്തില് ഞങ്ങളെ വിളക്കി ചേർത്ത് ആ ബന്ധം കൂടുതൽ വളരാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇതിനായിട്ട് ഒരുക്കണമേ. ഈ ക്രിസ്മസ് എല്ലാ ബന്ധങ്ങളും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഇടവരുത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.